പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മുടെ ശരീരങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രഭാഷണമാണ്. ദൈവം മനുഷ്യരാശിയോട് പല വിധത്തിൽ സംസാരിച്ചിട്ടുണ്ട്. സൃഷ്ടിയിലൂടെയും പ്രവാചകന്മാരിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ഒടുവിൽ തൻ്റെ പുത്രനിലൂടെയും. എന്നാൽ നാം പലപ്പോഴും ഒരു കാര്യം മറന്നു പോകുന്നു. ദൈവം നമ്മുടെ ശരീരങ്ങളിലൂടെയും സംസാരിക്കുന്നുണ്ട്. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. സങ്കീർത്തനങ്ങൾ 139:14 വാക്യം. നമ്മുടെ ശരീരം വെറുമൊരു യാദൃച്ഛികതയല്ല, അത് ലക്ഷ്യമില്ലാതെ ഉണ്ടായതുമല്ല. ദൈവിക ജ്ഞാനം ജീവനുള്ള രൂപത്തിൽ രൂപകൽപ്പന ചെയ്തതാണ് നമ്മുടെ ശരീരം. ശരീരം നമ്മെ സന്നദ്ധമായ സ്നേഹം പഠിപ്പിക്കുന്നു. ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നിലകൊള്ളുന്നത് തനിക്ക് വേണ്ടിയല്ല, മറിച്ച് ശരീരത്തിന് മുഴുവനായും വേണ്ടിയാണ്. ശരീരത്തിൽ ഒരിടത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ കൈകൾ അത് എന്തിന് ചെയ്യണമെന്ന് ചിന്തിച്ച് നിൽക്കുന്നില്ല, അത് തർക്കിക്കുന്നില്ല, വൈകിക്കുന്നുമില്ല. ഇടത് കൈയായാലും വലത് കൈയായാലും ഏതാണോ അടുത്തുള്ളത് അത് ഉടൻ പ്രതികരിക്കുന്നു. അവിടെ അസൂയയില്ല, അഹങ്കാരമില്ല, പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളില്ല, കേവലം സേവനം മാത്രം. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയാനാവില്ല. 1 കൊരിന്ത്യർ 12:21. ഇതാണ് ചിന്തയ്ക്കും മുൻപേ പ്രവർത്തിക്കുന്ന സ്നേഹം, സ്വാഭാവികമായി ഒഴുകുന്ന സ്നേഹം, പങ്കുവയ്ക്കപ്പെടുന്ന വേദനയും സന്തോഷവും. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് വേദനിക്കുമ്പോൾ ശരീരം മുഴുവൻ അതിനോട് പ്രതികരിക്കുന്നു. ആ വേദന കണ്ണുകളിൽ കണ്ണുനീരായി തെളിഞ്ഞേക്കാം, ബലഹീനത മുട്ടുകളെ തളർത്തിയേക്കാം, ഹൃദയം വിങ്ങാം. അതുപോലെ തന്നെ സന്തോഷം നിറയുമ്പോൾ അത് എല്ലായിടത്തും വ്യാപിക്കുന്നു. മുഖം തിളങ്ങുന്നു, ശബ്ദം ഉയരുന്നു, കൈകൾ ചലിക്കുന്നു. ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം ലഭിക്കുന്നുവെങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ സന്തോഷിക്കുന്നു. 1 കൊരിന്ത്യർ 12:26. ശരീരം കഷ്ടപ്പാടുകളെ ഒറ്റപ്പെടുത്തുന്നില്ല, സന്തോഷത്തെ ഒളിച്ചു വയ്ക്കുന്നുമില്ല. എല്ലാം പങ്കുവയ്ക്കപ്പെട്ട ജീവനാണ്. സ്നേഹത്തിൻ്റെ ദൃശ്യരൂപമാണ് ശരീരം. ഈ അർത്ഥത്തിൽ മനുഷ്യ ശരീരം സ്നേഹത്തിൻ്റെ ദൃശ്യമായ രൂപമാണ്. പല ഭാഗങ്ങൾ, വ്യത്യസ്ത ധർമ്മങ്ങൾ, എന്നാൽ ഒരേ ജീവൻ, ഒരേ ലക്ഷ്യം. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. ക്രിസ്തുവും അങ്ങനെ തന്നെ ആകുന്നു. 1 കൊരിന്ത്യർ 12:12. ദൈവം ഈ സത്യം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചത് നാം ഇത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ദിവസവും ജീവിക്കാൻ വേണ്ടിയും കൂടെയാണ്. സ്വർഗീയ ക്രമത്തിന്റെ ഒരു നേർക്കാഴ്ച. മാലാഖമാർ ശരീരത്തിന്റെ ഭാഗങ്ങളെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് കരുതുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. മാലാഖമാർ തികഞ്ഞ ഐക്യത്തോടെ പ്രവർത്തിക്കുന്നതായി തിരുവചനം കാണിച്ചു തരുന്നു. പെട്ടെന്നുള്ള അനുസരണം, സന്തോഷത്തോടെയുള്ള സേവനം, മത്സരബുദ്ധിയില്ലാത്ത പ്രവർത്തനം. കർത്താവിൻ്റെ വചനം കേട്ട് അത് അനുസരിക്കുന്നവരായ അവിടുത്തെ ശക്തരായ ദൂതന്മാരെ അവിടുത്തെ വാഴ്ത്തുവീൻ. സങ്കീർത്തനങ്ങൾ 103:20 വാക്യം. നമ്മുടെ ശരീരം മനസ്സിനോട് ഉടൻ പ്രതികരിക്കുന്നത് പോലെ സ്വർഗം ദൈവത്തോട് ഉടൻ പ്രതികരിക്കുന്നു. നമ്മുടെ ശരീരം സ്വർഗീയ ക്രമത്തിന്റെ ഒരു ചെറിയ ചിത്രമായി മാറുന്നു. മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ വിളി ഇതാ. ആ വിളി ഇതാണ്: നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാകുന്നു. 1 കൊരിന്ത്യർ 12:27 വാക്യം. മനുഷ്യർ ഒരു ശരീരത്തിലെ ഭാഗങ്ങളെ പോലെ ജീവിച്ചിരുന്നെങ്കിൽ അവിടെ അസൂയ ഉണ്ടാകുമായിരുന്നില്ല, അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, അഹങ്കാരം നിറഞ്ഞ വിഭജനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, മറ്റുള്ളവരുടെ വേദനയോട് നിസ്സംഗത കാണിക്കുമായിരുന്നില്ല. ഓരോ വ്യക്തിയും തങ്ങളുടെ വിളിക്കനുസരിച്ച് സേവനം ചെയ്യുന്നു. ഓരോരുത്തരും സ്നേഹത്തോടെ പ്രതികരിക്കുന്നു. ഓരോരുത്തരും ഒരുമിച്ച് സന്തോഷിക്കുകയും കരയുകയും ചെയ്യുന്നു.
മനുഷ്യർ ഒരു ശരീരത്തിലെ അവയവങ്ങളെ പോലെ ജീവിക്കുമ്പോൾ ഭൂമി സ്വർഗത്തെ പോലെ ആകുന്നു. യേശു നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മത്തായിയുടെ സുവിശേഷം 6:10. ഭൂമിക്ക് വേണ്ടത് കൂടുതൽ അധികാരമല്ല, മറിച്ച് കൂടുതൽ ഐക്യമാണ്. മനുഷ്യർ ഒരു ശരീരത്തെ പോലെ ജീവിക്കുമ്പോൾ സ്നേഹം സ്വാഭാവികമാകും, സമാധാനം സാധ്യമാകും, സന്തോഷം പങ്കുവയ്ക്കപ്പെടും, ജീവിതം തന്നെ സൗഖ്യപ്പെടാൻ തുടങ്ങും. ദൈവം നമ്മുടെ ശരീരങ്ങളിൽ എഴുതിയ പ്രഭാഷണം ഇതാണ്: ഒന്നായി ജീവിക്കുക, അപ്പോൾ സ്വർഗം ഭൂമിയെ സ്പർശിക്കും. ഇതെല്ലാം ആത്യന്തികമായി വരുന്നത് സൃഷ്ടിയോടുള്ള ദൈവത്തിന്റെ തീക്ഷ്ണവും ആഴമേറിയതുമായ സ്നേഹത്തിൽ നിന്നാണ്. തുടക്കം മുതൽ അവിടുത്തെ ഉദ്ദേശ്യം മാറിയിട്ടില്ല. മനുഷ്യരാശിയെ അവിടുത്തെ സാന്നിധ്യത്തിന്റെ നിത്യമായ കൂട്ടായ്മയിലേക്ക്, നാം സൃഷ്ടിക്കപ്പെട്ട ആ പറുദീസായിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് തന്നെയാണത്. ദൈവം ദൂരെയുള്ളവനല്ല, നിസ്സംഗനുമല്ല. അവിടുന്ന് ദീർഘക്ഷമയുള്ളവനാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും അവിടുത്തേക്കിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ്. എങ്കിലും വേർപാടിലും കലഹത്തിലും തകർച്ചയിലും അഗാധമായി ദുഃഖിക്കുന്ന ഒരു ദൈവത്തെ വചനം വെളിപ്പെടുത്തുന്നു. ഭൂമിയിൽ തൻ്റെ മക്കൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ അവിടുന്ന് മാനിക്കുമ്പോഴും സ്നേഹവും ഐക്യവും അനുസരണവും വഴി നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കപ്പെടുന്ന ആ ദിവസത്തിനായി അവിടുന്ന് കൊതിക്കുന്നു. ഒരു ശരീരമായി ജീവിക്കാനുള്ള ഓരോ വിളിയും, ഒട്ടും വൈകാതെ സ്നേഹിക്കാനുള്ള ഓരോ ക്ഷണവും ഒരു സമ്മർദ്ദമല്ല, മറിച്ച് തൻ്റെ മക്കളെ വീട്ടിലേക്ക് തിരികെ വിളിക്കുന്ന സ്നേഹനിധിയായ പിതാവിൻ്റെ കരുണയാണ്. ആ ദിവസം വരെ അവിടുന്ന് കൈകൾ വിരിച്ച് കാത്തിരിക്കുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് കർത്താവ് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. 2 പത്രോസ് 3:9. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് കൂട്ടുന്നത് പോലെ നിന്റെ മക്കളെ കൂട്ടുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. മത്തായിയുടെ സുവിശേഷം 23:37. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കൃപാലുവായ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളിൽ നിക്ഷേപിച്ച ജ്ഞാനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ജീവൻ നൽകുക മാത്രമല്ല, സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പാഠം കൂടി നൽകി. അവിടുന്ന് രൂപകൽപ്പന ചെയ്ത ഈ ശരീരത്തെ പോലെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സഹായിക്കാൻ താല്പര്യമുള്ളവരും സേവനത്തിന് സന്നദ്ധരായവരും വിഭജിക്കുവാൻ മടിക്കുന്നവരും സ്നേഹിക്കുവാൻ വെമ്പുന്നവരും ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യരാശിയുടെ തകർന്ന ഭാഗങ്ങളെ സൗഖ്യമാക്കണമേ. എവിടെ വേദനയുണ്ടോ അത് ഒരുമിച്ച് അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. എവിടെ സന്തോഷമുണ്ടോ അവിടെ ഒരുമിച്ച് ആഹ്ലാദിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അസൂയയും അഹങ്കാരവും വിഭജനവും നീക്കിക്കളയണമേ. ഞങ്ങളെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാക്കി മാറ്റണമേ. അനേകം അവയവങ്ങൾ, എന്നാൽ ഒരേ ഒരു ജീവൻ, ഒരേ സ്നേഹം, ഒരേ ലക്ഷ്യം. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളിലും ഞങ്ങളിലൂടെയും ഞങ്ങളുടെ ഇടയിലും നിറവേറണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധമായ നാമത്തിൽ ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.